നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. സിറിയയിലെ ജുലാനി സർക്കാരിന്റെ കിരാതമായ നടപടികൾക്കെതിരെ ഡ്രൂസ് സമൂഹത്തിൽ നിന്ന് അതിശക്തമായ എതിർപ്പുകളും അതിൽ ഇസ്രായേൽ നടത്തിയ പങ്കാളിത്തവും എല്ലാം നിമിത്തം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് സിറിയ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആഭ്യന്തര പ്രതിസന്ധികൾ മൂർച്ഛിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിലും തെല്ലും മയമില്ലാതെ ക്രൈസ്തവ സമൂഹം സിറിയയിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത്. സിറിയയിലെ സുവൈദ ഗവർണറേറ്റിലാണ് സുവിശേഷ പ്രകാശകനായ പാസ്റ്ററെയും അദ്ദേഹത്തിൻ്റെ 20ഓളം ബന്ധുക്കളെയും തീവ്രവാദികൾ കൊന്നൊടുക്കിയത്. ആഭ്യന്തര കലാപം ശക്തമായിരിക്കുന്ന സുവൈദ പ്രവിശ്യയിൽ ഡ്രൂസുകളെ മാത്രമല്ല അവിടെയുള്ള ക്രൈസ്തവരെ കൂടി ഉന്മൂലനം ചെയ്യുവാനുള്ള യുദ്ധം തന്നെയാണ് സിറിയയിലെ സ്വേച്ഛാധിപത്യ ശക്തികൾ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സിറിയയിൽ നടമാടുന്ന ക്രൈസ്തവ ഉന്മൂലന ശ്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സുവൈദയിലെ ഗുഡ് ഷെപ്പേർഡ് ഇവാഞ്ചലിക്കൽ സഭയുടെ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ ഗാലിദ് മെഷറും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അടക്കം 20ഓളം കുടുംബാംഗങ്ങളുമാണ് കഴിഞ്ഞ ആഴ്ച അവസാനം ക്രൂരമായി കൊല്ലപ്പെട്ടത്. അടുത്ത ദിവസങ്ങളിൽ സിറിയയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തമാണിത്. ചില വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തയാളായിരുന്നു പാസ്റ്റർ ഗാലിദ് മെഷർ. പ്രായഭേദമന്യേ സിറിയയിലെ ന്യൂനപക്ഷത്തെ കൊന്നുതള്ളുന്ന അതിഭയങ്കരമായ കലാപമാണ് സിറിയയിൽ നടന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ അതിശക്തമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് ഇസ്ലാമിക തീവ്രവാദികളായ ബോക്കോ ഹറാമുകളും ഫുലാനികളും അഴിഞ്ഞാടുന്ന നൈജീരിയയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നൈജീരിയയിലെ ഔച്ചി കത്തോലിക്ക രൂപതയുടെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ മൈനർ സെമിനാരിയിലേക്ക് എത്തിയ ആയുധധാരികളായ ചിലർ ചേർന്ന് നടത്തിയത് അതിഭീകരമായ ആക്രമണമായിരുന്നു. ജൂലൈ 10 വ്യാഴാഴ്ച രാത്രി നടന്ന ആ ആക്രമണ സംഭവത്തിൽ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ മൈനർ സെമിനാരി കത്തോലിക്ക സെമിനാരിയിലെ സുരക്ഷാ ജീവനക്കാരനായ ക്രിസ്റ്റഫർ അവനഗിയും കൊല്ലപ്പെടുകയും 3 വൈദിക വിദ്യാർത്ഥികളെ തീവ്രവാദികൾ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഈ പ്രതിസന്ധി ശമിക്കുന്നതിന് മുൻപ് വീണ്ടും 32ഓളം ക്രൈസ്തവരെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ട് ഫുലാനി തീവ്രവാദികൾ നൈജീരിയയിൽ ഭീതി വിതച്ചിരിക്കുകയാണ്. നൈജീരിയയിലെ പ്ലേറ്റ്യു സംസ്ഥാനത്തെ ജബു എന്ന ക്രൈസ്തവ ഗ്രാമത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഫുലാനി തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് 32ഓളം ക്രൈസ്തവ വിശ്വാസികൾ കൊല്ലപ്പെട്ടത്. ജബു ഗ്രാമത്തിന്റെ 4 ദിക്കുകളിൽ നിന്നും റൈഫിളുകളും വാക്കത്തികളുമായി പാഞ്ഞെത്തിയ ആയുധധാരികളായ അക്രമികൾ ഉറങ്ങിക്കിടന്ന ഗ്രാമവാസികൾക്ക് നേരെ വെടിതീർക്കുകയും അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്നാലെ ചെന്ന് വെടിവെക്കുകയും അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്യുകയായിരുന്നു. പലരുടെയും ശരീരങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഡസൺ കണക്കിന് വീടുകൾ കത്തിച്ചതുകൂടാതെ ജബു പ്രവിശ്യയിലെ പള്ളി നശിപ്പിക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ആരാധനാലയമായും കമ്മ്യൂണിറ്റി മീറ്റിംഗ് സെന്ററായും പ്രവർത്തിച്ചിരുന്ന പ്രാദേശിക ക്രൈസ്തവ ദേവാലയവും പാസ്റ്ററായ മൂസഡി അലംബക്കിന്റെ ഭവനവും വാഹനവും അക്രമികൾ നശിപ്പിക്കുകയുണ്ടായി. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ അതിനെക്കുറിച്ച് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ആരെയും നടുക്കാൻ പോകുന്നത് തന്നെയാണ്. കൊല്ലപ്പെട്ടവരിൽ ആ ഗ്രാമത്തിലെ യുവ നേതാവായ വെൻ ഡാക്സുങ് എന്ന മനുഷ്യനുമുണ്ടായിരുന്നു. ഫുലാനി ബോക്കോ ഹറാം തീവ്രവാദികളുടെ അതിഭീകരമായ ക്രൈസ്തവ ആക്രമണങ്ങളുടെ വേദികയായി നൈജീരിയ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആക്രമണം നടന്ന പ്ലേറ്റ്യു സംസ്ഥാനത്തും സായുധ സംഘങ്ങളുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് സ്ഥിരമായിരിക്കുകയാണ്. ജനുവരി മുതൽ സമാനമായ ആക്രമണങ്ങളിൽ 150ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി പ്രാദേശിക നിരീക്ഷകർ പറയുന്നുണ്ട്. ക്രൈസ്തവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ഇത്തരം പെരും കലിയാട്ടങ്ങൾ തുടരുമ്പോൾ മനുഷ്യത്വത്തിനെതിരെ നടമാടുന്ന ആ ഭീകര തിന്മകളെ തുറന്നു കാട്ടാനോ
ആഗോള മാനുഷിക സമൂഹത്തിന്റെ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാനോ ഇടയാകരുത് എന്ന ദുശ്ശാഠ്യത്താൽ ഭൂരിപക്ഷ മാധ്യമങ്ങളും സംവാദ പുങ്കുവന്മാരും മിണ്ടാട്ടം അടങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് അമ്പരപ്പ് ഉളവാക്കുന്നത്. ഹമാസ് തീവ്രവാദികളുടെ കയ്യിലിരിപ്പിന്റെ മേന്മ കൊണ്ട് ഗാസയിൽ ആക്രമണം തുടരുമ്പോൾ പലസ്തീനു വേണ്ടി അലറിക്കരഞ്ഞ് സേവ് ഗാസ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ ശക്തമാക്കുന്നവരാരും സിറിയയിലും നൈജീരിയയിലും കശക്കിയെറിയപ്പെടുന്ന ക്രൈസ്തവരുടെ നിലവിളികൾ കേൾക്കാതെ പോകുന്നത് അങ്ങേയറ്റം അപലപനീയം തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിലും സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ ശീതീകരിച്ച ഫ്ലോറുകളിലും വന്നിരുന്ന് ഗാസയിലെ മനുഷ്യർക്ക് വേണ്ടി ഘോരഘോരം കരയുന്നവരോട് ചോദിക്കാനുള്ളത്, അല്ലയോ കാപട്യത്തിന്റെ ആൾരൂപങ്ങളെ, സിറിയയിലും നൈജീരിയയിലും ഒരു തെറ്റും ചെയ്യാതെ കൊല്ലപ്പെടുന്ന ക്രൈസ്തവർ മനുഷ്യരല്ലേ? ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ടായിരുന്നില്ലേ? മനുഷ്യത്വത്തിന്റെ പേരിലായിരുന്നു നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി മോങ്ങിയത് എങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മോങ്ങാൻ കഴിയാതെ പോകുന്നത്? ഇരകൾ ക്രൈസ്തവരും വേട്ടക്കാർ ഇസ്ലാമിക തീവ്രവാദികളുമാകുമ്പോൾ തീരുന്നതാണോ നിങ്ങളുടെ മനുഷ്യത്വമെല്ലാം? ഇതിനൊക്കെ മറുപടി പറയാനുള്ള ധാർമ്മികത നിങ്ങൾക്കില്ല എന്നറിയാം. എന്നാലും ഈ സമൂഹത്തിന്റെ ബോധ മനസ്സിലേക്ക് ഇത് വിളിച്ച് പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ട് മാത്രം ചോദിച്ചു പോകുന്നതാണ്. ഇവിടെ മാത്രമല്ല, ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകങ്ങളായ ക്രൈസ്തവരെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ട് ഭീതി വിതച്ച് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ആഗോള ഇസ്ലാമിക പൊളിറ്റിക്സിന്റെ ക്രൂരമായ നീക്കങ്ങൾ ലോകമെല്ലാം വ്യാപിച്ചു കിടക്കുകയാണ്. ഷെയ്ഖ് ഹസീന നടത്തിയ ഭരണപരിഷ്കാരത്തിന് എതിരാണെന്ന ഭാവത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ അരങ്ങേറിയതും ഇത്തരത്തിലുള്ള ഭീകരമായ തിന്മയായിരുന്നു. തീവ്രവാദികൾ അന്ന് തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊന്നുതള്ളിയത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹൈന്ദവരെയും ക്രൈസ്തവരെയുമായിരുന്നു. നൈജറിലും കോങ്കോയിലും ബുർക്കിന ഫാസോയിലും അർമേനിയയിലും നഗോണോ കരബാഗിലുമെല്ലാം ഇതേ പാറ്റേണുകളാണ് ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്നുതള്ളാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോഴും ഈ അവസരവാദികൾ തെല്ലും ഉളുപ്പില്ലാതെ ചത്തതുപോലെ അങ്ങനെ മയങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. നാളെയും അവർ അത് തന്നെ ആവർത്തിക്കും. എന്നാൽ അത് വിളിച്ച് പറയാതെ തരമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാടിന് തീ പിടിച്ചു കഴിയുമ്പോൾ അത് ആദ്യം അറിയുന്നത് കരിയിലെ കിളികൾ പോലുള്ള ചെറിയ കിളികളാണ്. അവ ഉറക്കെ കരഞ്ഞ് ബഹളം കൂട്ടും. ചിലർക്കത് അസ്വസ്ഥതയായി മാറിയേക്കാം. ഭ്രാന്തൻ പക്ഷികളുടെ ചിലപ്പ് എന്നവർ പിറുപിറുത്തേക്കാം. എന്നാൽ ആ ചിലപ്പ് ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പാണെന്ന് സുബോധമുള്ളവർക്ക് മാത്രം മനസ്സിലാകും. ദൂരത്തെവിടെയോ കാട്ടുതീ ആളി തുടങ്ങിയിട്ടുണ്ട് എന്ന് അവർ പറയും. കാട്ടുതീയെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്ന ആ ഭ്രാന്തൻ പക്ഷികളുടെ ചിലപ്പ് പോലെ ഈ യാഥാർത്ഥ്യങ്ങൾ ഉറക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ക്രൈസ്തവ സമൂഹത്തെ ലാക്കാക്കിയുള്ള കനലുകൾ ദൂരെ ആളി തുടങ്ങിയിരിക്കുന്നു. കണ്ണും കാതും തുറന്നു പിടിച്ച് പടക്കളത്തിൽ നിൽക്കുന്ന പോരാളികളെ പോലെ ജാഗ്രതയോടെ തന്നെ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് പോയേ തീരൂ എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് ഓർക്കുക. അല്ലാതെ തീവ്രവാദം പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കുകയല്ല, സെക്യുലറിസ്റ്റുകളുടെ മനസമാധാനം കെടുത്തുകയുമല്ല. കേന്ദ്രം നൽകുന്നതും സംസ്ഥാനം ആവിഷ്കരിക്കുന്നതുമായ ക്ഷേമ പദ്ധതികൾ കേരളത്തിലെ ന്യൂനപക്ഷത്തിനു വേണ്ടി എന്ന പേരിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സമഗ്രമായി ഉദ്ധരിച്ച് വശം കെടുത്തുമെന്ന മട്ടിലുള്ള ഡെക്കറേഷനുകൾ നടത്തി ന്യൂനപക്ഷങ്ങളുടെ ഏകരും പ്രത്യക്ഷരുമായ രക്ഷകർ തങ്ങൾ മാത്രമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് സർക്കാരുകൾ അവതരിപ്പിക്കുന്ന എല്ലാ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളും എല്ലായ്പ്പോഴും ആസൂത്രിതമായി തന്നെ അട്ടിമറിക്കപ്പെടുന്നതിനാൽ കേരളത്തിലെ ക്രൈസ്തവരുടെ ക്ഷേമം ഒരു മരീചികയായി ഇന്നും അങ്ങനെ തുടരുകയാണ്. ഒറ്റ നോട്ടത്തിൽ അത്ര കുഴപ്പമില്ലാത്ത വിധത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ അതിജീവനം സാധ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അർഹമായതുപോലും കയ്യിൽ കിട്ടാതെ സൂത്രശാലികളായ ചിലർ അതുകൂടി വസൂലാക്കുകയും ചെയ്യുന്ന സാഹചര്യം ക്രൈസ്തവ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് സാമൂഹ്യമായ ഒരു വലിയ അരക്ഷിതാവസ്ഥയിലാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതര മതസ്ഥരും ന്യൂനപക്ഷ ലേബൽ നെറ്റിയിൽ ഒട്ടിച്ചവരും ആനുകൂല്യങ്ങൾ കയ്യാളി മുന്നിലേക്ക് കുതിക്കുമ്പോൾ പിന്നോട്ടടിക്കപ്പെട്ടു എന്നതിൻ്റെ നൊമ്പരങ്ങൾ കഠിനമായി വേദനിക്കുന്നത് കൊണ്ട് തന്നെയാണ് ക്രൈസ്തവരെ ആസൂത്രിതമായി സൈഡാക്കുന്നു എന്നുള്ള പരാതികൾ ഇപ്പോൾ വ്യാപകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ പ്രധാനമായുള്ളത് മുസ്ലിമുകളും ക്രിസ്ത്യാനികളുമാണ്. അതിൽ മുസ്ലിം സമൂഹം മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭേദപ്പെട്ട ചുറ്റുപാടുകളും അധികാര തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും മറ്റിതര മണ്ഡലങ്ങളിലുമെല്ലാം സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവരെ സഹായിച്ച ഘടകം അവരുടെ പിന്നോക്കാവസ്ഥ കണ്ടെത്താനും അത് പരിഹരിക്കാനും സർക്കാർ തയ്യാറായതുകൊണ്ട് തന്നെയാണ്.
സർക്കാർ തലത്തിൽ പരിഹരിക്കപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിന്റെ സ്ഥിതിഗതികളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് അവരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ മാറ്റം വരുത്തിയ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ്. 2005 ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി വിലയിരുത്തുന്നതിനായി മൻമോഹൻ സിംഗ് നയിച്ച കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മിറ്റിയാണ് മുൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ നേതൃത്വം നൽകിയ ആ സച്ചാർ കമ്മിറ്റി മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മറ്റ് സാമൂഹിക ഗ്രൂപ്പുകളുമായി താരതമ്യം ചെയ്ത് ഡാറ്റ ശേഖരിക്കുകയും അത് വിശകലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സച്ചാർ കമ്മിറ്റി ഉണ്ടാക്കിയത്. തൊട്ടടുത്ത വർഷം സച്ചാർ കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും വിവിധ മേഖലകളിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്കാവസ്ഥ വിവരിക്കുകയും അവരുടെ സമഗ്ര വികസനത്തിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്തു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അതിനായി പാലൊളി മുഹമ്മദ് കുട്ടി കമ്മീഷനെ നിയമിച്ചു. അങ്ങനെ പാലൊളി കമ്മീഷൻ മുന്നോട്ട് വെച്ച ശുപാർശകളിന്മേൽ ഇപ്പോൾ JB കോശി കമ്മീഷൻ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പഠിച്ച് അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ മേൽ അടയിരിക്കുന്നത് പോലെ അങ്ങനെ കയറി അടയിരിക്കാതെ അത് നടപ്പിലാക്കുവാൻ സർക്കാർ ശരവേഗത്തിൽ സന്നദ്ധരാകുകയും ചെയ്തു എന്നതാണ് ആ സമൂഹത്തിന് ഗുണകരമായി മാറിയത്. ഇവിടെയാണ് അന്ന് കേന്ദ്രം ഭരിച്ച സർക്കാരിൻ്റെയും കേരളം ഭരിച്ച സർക്കാരിൻ്റെയും ക്രൈസ്തവ സമൂഹത്തോടുള്ള ചിറ്റമ്മ നയങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. പാലൊളി കമ്മീഷനൊപ്പം മറ്റൊരു കമ്മീഷനെ വെച്ച് ക്രൈസ്തവരടക്കമുള്ള സംസ്ഥാനത്തെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്നോക്ക അവസ്ഥ പഠിക്കാനായി സംസ്ഥാന ഭരണകൂടം നടപടികൾ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നിലവിലുള്ള ആനുകൂല്യങ്ങളുടെ സിംഹഭാഗവും മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന വിധത്തിൽ നിയമങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് പ്രബലമായിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിനെല്ലാം. പിന്നീട് ഇലക്ഷൻ വന്നപ്പോൾ ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ജസ്റ്റിസ് JB കോശിയെ കമ്മീഷനാക്കി വെച്ച് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ഒന്നാം പിണറായി സർക്കാർ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായത്. പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം തന്നെ എടുത്തു നോക്കിയാൽ ആദ്യം KT ജലീൽ ന്യൂനപക്ഷ മന്ത്രിയായിരിക്കുകയും ജലീലിന്റെ നയങ്ങളിൽ വിയോജിപ്പുള്ള ക്രൈസ്തവ സമൂഹം അതിനെതിരെ പ്രതിഷേധിച്ചപ്പോഴും ബന്ധു നിയമന വിവാദത്തിലും പെട്ട് അദ്ദേഹം മാറിയപ്പോഴും പിന്നീട് മുഖ്യമന്ത്രി വകുപ്പ് കയ്യാളിയെങ്കിലും വീണ്ടും ആ വകുപ്പ് അബ്ദുറഹ്മാൻ എന്ന ജലീലിന് സമാനമായി ചിന്തിക്കുന്ന മറ്റൊരു മുസ്ലിം നാമധാരിയുടെ കയ്യിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പോഴും അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമത്തിന് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. അത് ഒന്നേ പഴുക്കാവൂ, ഞങ്ങൾ ഒന്നേ കഴിക്കാവൂ എന്ന് തന്നെയാണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. മാറി വരുന്ന സർക്കാരുകളുടെയും അവരുടെ അടുത്തൂൺ പറ്റികളുടെയും സാമർഥ്യ നീക്കങ്ങൾക്കെതിരെ നിരന്തരമായ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും അവസാനത്തേതായിരുന്നു എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് വഖഫ് അധിനിവേശങ്ങൾക്കെതിരെ നടന്ന സമരം. എന്നാൽ അതെല്ലാം ഇഗ്നോർ ചെയ്യപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുകയാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ ഷെക്കേന ന്യൂസ് പ്രതിബദ്ധതയോടെ നടത്തിയ ചർച്ചയിൽ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സെബിൻ തൂമുളിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. കേരളത്തിലെ ക്രൈസ്തവർ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫിക്സഡ് വോട്ടുകളായിട്ട് മാറി. അതൊരു സംഘടിത വോട്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയല്ല, അതിന്റെ സംഘടിത സ്വഭാവം അതിനില്ല. പക്ഷേ വ്യക്തികൾ എന്ന നിലയിൽ ക്രൈസ്തവർ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട്, കാലാകാലങ്ങളായി അത് തുടരുന്നത് കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം, പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലൊക്കെ എടുക്കുമ്പോഴും ഇത്ര ശതമാനം വോട്ട് ക്രിസ്ത്യാനികളുടേത് ഞങ്ങളുടേതാണ്, അതിനി ഒരു കാലത്തും വിട്ടുപോകുന്നില്ല. നേരെ മറിച്ച് മറ്റ് സമുദായങ്ങളെ എടുക്കുക, ചില സംഘടിത മതസമൂഹങ്ങളെ എടുക്കുക, അവരുടെ വോട്ട് എന്ന് പറയുന്നത് ഒരു സംഘടിത വോട്ട് ബാങ്കാണ്. അത് സമുദായത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വോട്ടാണ്. അതാണ് ഈ സംഘടിത വോട്ടും അതല്ലാത്തതുമായിട്ടുള്ളതിന്റെ വ്യത്യാസം. അപ്പൊ നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഈ ഒരു സംഘടിതത്വം ഇല്ലാതെ പോവുകയാണ്. സംഘടിതത്വം എന്ന് പറയുന്നത് സമുദായ താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള സംഘടിതത്വമില്ല. മറ്റ് മതസമൂഹങ്ങൾക്ക് അതുണ്ട്. മറ്റു മതസമൂഹങ്ങൾക്ക് അതുള്ളത് കൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും കൃത്യമായിട്ട് നേടിയെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ഇവിടെ രാഷ്ട്രീയത്തിൽ ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ടതൊരു ആവശ്യകതയായിട്ട് തീർന്നതിന് കാരണം ക്രിസ്ത്യാനിയുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് കാലാകാലങ്ങളായി ഈ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ തഴയുന്നു. കാരണം അവരൊരു ഷുവർ വോട്ട് ബാങ്കാണ്.
നമുക്ക് ഇനി ഷുവർ വോട്ട് ബാങ്ക് ആയിട്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. രണ്ടാമതൊരു കാര്യം, നമ്മൾക്ക് ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ഒത്തിരിയേറെ രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാട് കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, അവര് സ്വയം വളർന്നു വന്നവരാണ്. അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ സമുദായം അവരെ യാതൊരു വിധത്തിലും ഒരു സംഘടിതമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടില്ല. അവരുടെ കഴിവ് കൊണ്ട്, അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ടൊക്കെ വളർന്നു വന്നതാണ് എന്ന് അവർ പറയുന്നു. വളരെ ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ സഭയുടെ, സമുദായത്തിന്റെ ഒക്കെ പിന്തുണ കാലാകാലങ്ങളായി കൊടുത്ത ആളുകളില്ല എന്നല്ല. പക്ഷെ ഭൂരിപക്ഷത്തിനും ചിന്ത പോകുന്നത്, ഭൂരിപക്ഷം ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയ വ്യക്തികളും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നത് ഇത്തരത്തിൽ അവര് ഒറ്റയ്ക്ക് വളർന്നു വന്നവരാണ്, അതുകൊണ്ട് തങ്ങൾക്ക് സമുദായത്തോട് കൂറു പുലർത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മൂന്നാമത് ഒരു വിഷയം നമ്മൾ നേരിടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു സംഘടനയുടെ പിൻബലം ക്രൈസ്തവർക്കില്ല. മുസ്ലിം സമുദായത്തിനും ഹൈന്ദവ സമുദായത്തിനും അവരുടെ ആവശ്യങ്ങൾ പറയാൻ സമുദായ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ഇല്ല. ക്രൈസ്തവരായി കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും അവധാനതയോടെ കേട്ട് തീരുമാനമെടുക്കേണ്ട തരത്തിൽ ഏറെ പ്രസക്തമായ കാര്യം തന്നെയാണ് ഇവിടെ സെബിനച്ചൻ പറഞ്ഞു വെക്കുന്നത്. സമുദായ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ക്രൈസ്തവർക്കില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂനത തന്നെയാണ്. സാമുദായികമായി ചിന്തിച്ച് സംഘടിത വോട്ട് ബാങ്കുകളായി മാറുക എന്നത് ഈ കാലഘട്ടത്തിൽ ഓരോ ക്രൈസ്തവനും മറക്കരുതാത്ത കാര്യം തന്നെയാണ്. ഇക്കണ്ട കാലം മുഴുവനും അതിന് കഴിയാതെയോ തയ്യാറാകാതെയോ പോയത് തന്നെയാണ് ക്രൈസ്തവ സമൂഹം പിന്നോട്ടടിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. കേരളത്തിൽ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കർഷകരും മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളും അടങ്ങുന്ന ക്രൈസ്തവർ പ്രതിസന്ധികളുടെ നടുവിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം പ്രതിസന്ധികൾ കണ്ട് മനം മടുത്തതിനാൽ എത്ര നല്ല തൊഴിൽ കൈവശമുണ്ടെങ്കിലും കേരളത്തിൽ നിന്നാൽ ഗതി പിടിക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാവാം ക്രൈസ്തവരുടെ തലമുറകൾ ജീവിത സന്ധാരണത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ നിർബന്ധിതരായിരിക്കുന്നത്. ഏതായാലും പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ ദൈവഭയത്തിൽ ജീവിക്കാനും ആരെയും ദ്രോഹിക്കാതെയും ചതിക്കാതെയും ജീവിക്കാനും അന്യന്റെ വിയർപ്പ് കൊണ്ടല്ല സ്വന്തം വിയർപ്പ് കൊണ്ട് ജീവിക്കണമെന്നുള്ള ഉപദേശങ്ങൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ ലഭിച്ചതുകൊണ്ടും ആകാം കറുപ്പും വെളുപ്പുമായ രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ കാര്യമായ വൈദഗ്ധ്യമില്ലാതെ ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് നൽകി ക്രൈസ്തവർ ഈ കാലം അത്രയും മുന്നോട്ട് പോയത്. മുൻപുണ്ടായ ക്രൂരമായ 2 ജലപ്രളയങ്ങളിലും ഉരുൾപൊട്ടലിലും സമ്പാദ്യങ്ങളും വീടും പുരയിടവും നഷ്ടപ്പെട്ടു പോയ ക്രൈസ്തവർ നിരവധിയാണ്. മലയോര മേഖലയിൽ ഇപ്പോഴും നിർബാധം തുടരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം നിമിത്തം കൃഷിയും അതിജീവനവും പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. നിരന്തരമായി അതേക്കുറിച്ചുള്ള ആവലാതികൾ ഉയരുന്നുണ്ടെങ്കിലും അതൊക്കെ ഇനിയും അധികൃതർ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സാമൂഹികമായ ഈ ദാരിദ്ര്യാവസ്ഥയുടെ ആഴവും പരപ്പും മനസ്സിലാക്കി ക്രൈസ്തവർക്ക് പ്രത്യേകമായി ക്ഷേമ പദ്ധതി പാക്കേജുകൾ നടപ്പിലാക്കാൻ അധികൃതർ സന്നദ്ധരാകേണ്ടതാണ്. ക്രൈസ്തവരുടെ സമഗ്രമായ ഉദ്ധാരണം ലാക്കാക്കിക്കൊണ്ട് അവരുയർത്തുന്ന വിഷയങ്ങളിൽ ഇനിയും അവഗണന തുടരുന്ന അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കാനും അധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്താൻ ഇനിയും ഏത് മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത് എന്നും പ്രസക്തമായ കാര്യങ്ങളാണ് ഇതേക്കുറിച്ച് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ പറഞ്ഞു വെച്ചത്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ഒരു രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാകുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അടിസ്ഥാനമായിരിക്കുന്നത് ആ രാജ്യത്തെ നിയമങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെ ഉണ്ടാകുന്ന നിയമങ്ങൾ എങ്ങനെ നടപ്പാകുന്നു, അങ്ങനെ നിയമങ്ങൾ തെറ്റിക്കുകയോ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ ആരെങ്കിലും പരാജയപ്പെടുകയോ ചെയ്താൽ അവരെ അതെങ്ങനെ നേർവഴിക്ക് കൊടുക്കുന്നു എന്നൊക്കെയാണ്. അതുപോലെ നിർവഹണം നടത്തുക എന്നതിലാണ്. ഇത് നോക്കിയാൽ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ആശയരൂപീകരണവും നയരൂപീകരണവും നിയമനിർമ്മാണവും നടക്കുന്ന നിയമസഭകളും പാർലമെന്റും ഏറ്റവും താഴത്തെ തട്ടിൽ നമ്മുടെ പഞ്ചായത്തുകളിലും ഒക്കെ ഉള്ളത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയത്തിലൂടെയാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയത്തിലൂടെ നടക്കുമ്പോൾ ജനക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന, സാഹോദര്യത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹത്തിലെ ആളുകൾ തീർച്ചയായും അതിന്റെ ഭാഗമായേ മതിയാവൂ.
അതുതന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രാധാന്യവും. ഈ ഒരു വസ്തുത കേരളത്തിലെ ജനങ്ങളെ, ക്രൈസ്തവ സമൂഹത്തിലെ ആൾക്കാരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും കുറെ പേർക്കുള്ള ഒരു തൊഴിലല്ല, മറിച്ച് അത് ജനക്ഷേമത്തിനുള്ള ഏറ്റവും നല്ല മാർഗമാണ്, ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഏറ്റവും ഉദാത്ത മാതൃകയാണ് എന്ന വസ്തുതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ രൂപീകരിക്കുകയാണ്. ആ കാഴ്ചപ്പാടിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് ജനങ്ങൾ കൂടുതലായും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരും. ഇവിടെ നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതും അതാണ്. വിശകലനപരമായി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു മോശം കാര്യമല്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ ജനങ്ങളെ എത്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ രാജ്യത്ത് സമാധാനവും നല്ല ഭരണവും നല്ല ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ച ഭരണവും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനായി അവതരിപ്പിച്ചിരിക്കുന്ന പദ്ധതികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിർദ്ദിഷ്ട അനുപാതങ്ങൾക്ക് അനുസൃതമായി വിതരണം ചെയ്തിട്ടും കേരളത്തിൽ മാത്രം 80-20 എന്ന റേഷ്യോയാണ് അധികാരികൾ അവതരിപ്പിച്ചത്. അതിനെതിരെ ക്രൈസ്തവ സമൂഹം പോരാട്ടങ്ങൾക്കൊടുവിൽ ആ അനുവാദം എടുത്തു കളഞ്ഞുവെങ്കിലും കേസ് ഇപ്പോഴും തുടരുകയാണ്. തികച്ചും അശാസ്ത്രീയവും അനീതി നിറഞ്ഞതുമായ ഈ അനുവാദം പിന്തുടരുന്നത് കൊണ്ട് ക്രൈസ്തവർക്കും ഇതര ന്യൂനപക്ഷങ്ങൾക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കണമെന്ന് തന്നെയാണ് ചിലർ ശക്തമായി ആഗ്രഹിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കുള്ള പഠന പരിശീലന കേന്ദ്രങ്ങളും കോച്ചിങ് സെന്ററുകളും അനുവദിച്ചതിലും ഈ തരംതിരിവ് വളരെ വ്യക്തമായിട്ടുണ്ട്. മൈനോരിറ്റി കമ്മീഷന്റെ കസേരയിൽ ഇരിക്കുന്നവർക്ക് പോലും ക്രൈസ്തവ സമൂഹത്തിന്റെ സ്ഥിതിഗതികളെക്കുറിച്ച് ആസൂത്രിതമായ അജ്ഞതയാണ് ഉള്ളത്. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന നിർജീവമായ സമീപനങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് KCBC ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആയിരത്തി 1992 ന്യൂനപക്ഷങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവർ പുറത്തുവിട്ട ഓർഡിനൻസ് അനുസരിച്ച് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങളാണ് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ. 2006 ന്യൂനപക്ഷങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമായി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സ്ഥാപിക്കുകയും 2008 പൊതുവകുപ്പിന് കീഴിൽ ന്യൂനപക്ഷ സെല്ല് പ്രവർത്തനം ആരംഭിക്കുകയും ക്രമേണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. 2014 മാത്രമാണ് കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത്. കേവലം 11 വർഷങ്ങളിലെ കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതര ന്യൂനപക്ഷത്തിന് ക്ഷേമം ഉണ്ടായി എങ്കിലും ക്രൈസ്തവ സമൂഹം പിന്നോട്ടടിക്കപ്പെടുകയാണ് ഉണ്ടായത്. ആയതിന് അടിയന്തരമായി അറുതി വരുത്താൻ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും അതിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തേ പറ്റൂ. അത് അടിയന്തരമായി അധികാരികൾ സ്വീകരിക്കണം, കേൾക്കണം, അതിന് നടപടികൾ സ്വീകരിക്കണം. ഇല്ല എങ്കിൽ ക്രൈസ്തവരുടെ മനസ്സ് മാറി ചിന്തിക്കാൻ കൃത്യമായും ഇടവരും. പുതിയ തലമുറയാണ്, പഴയ കണ്ണും കൂട്ടി വോട്ട് ചെയ്യുന്ന തലമുറയല്ല ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ന്യൂസ് സ്കാൻ അവസാനിക്കുന്നു. ഇനി അടുത്തയാഴ്ച.